നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാനും അതിന്റെ അഖണ്ഡതയെ ശിഥിലമാക്കാനും പാകിസ്ഥാന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദ ശക്തികൾ കരുനീക്കങ്ങൾ ആരംഭിച്ചിട്ട് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിലുള്ള ഭൂമിയുടെ പേരിൽ ഉടലെടുത്ത സംഘർഷങ്ങൾ കാർഗിലിലും ദ്രാസിലും കാശ്മീരിലും ശ്രീനഗറിലും എല്ലാം ഉളവാക്കിയത് ശക്തമായ പോരാട്ടങ്ങളായിരുന്നു. അവിടെയെല്ലാം കാരണമില്ലാതെ നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്ന പാകിസ്ഥാന് ഇന്ത്യ നൽകിയത് അതിശക്തമായ തിരിച്ചടികൾ തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി ജമ്മു കാശ്മീരിൽ കണ്ണുവെച്ചുകൊണ്ട് അവിടുത്തെ ഭീകരവാദികളെ ഇളക്കിവിട്ട് നടപ്പിലാക്കിയ ആക്രമണങ്ങളിലൂടെയും വർഗീയ കലാപങ്ങളിലൂടെയും ഇസ്ലാമിതര മതസ്ഥരുടെ വംശഹത്യകളിലൂടെയും എല്ലാം ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന പാകിസ്ഥാന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് അവിടെ മോദി സർക്കാർ ജനാധിപത്യ ഭരണം കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ അച്ചാരം പറ്റി ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന റാഡിക്കലുകൾക്ക് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെങ്കിലും ഏതു വിധേനയും അതിജീവനം ആഗ്രഹിച്ച കാശ്മീരിലെ സാധാരണക്കാരെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസം തന്നെയായിരുന്നു. കാലങ്ങളായി തങ്ങളെ ചൂഴ്ന്നു നിന്നിരുന്ന ഭീകരവാദികളുടെ ഭീഷണികളും കൊലപാതകത്തിന്റെ ആക്രോശങ്ങളും മരണത്തിന്റെ ആർത്തനാദങ്ങളും മനുഷ്യച്ചോരയുടെ മനം പുരട്ടുന്ന ഗന്ധങ്ങളും ഒന്നുമില്ലാതെ സമാധാനപൂരിതമായ അന്തരീക്ഷം കാശ്മീരിൽ സംജാതമാവുകയും സഞ്ചാരികളുടെ പ്രദേശ എന്ന് പുകൾപെറ്റ അവിടേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങുകയും കാശ്മീരികളുടെ ജീവിതം തെല്ലൊന്ന് പച്ചപിടിച്ച് മുന്നേറുകയും ചെയ്തു തുടങ്ങിയപ്പോഴാണ് പഹൽഗാമിലേക്ക് തീവ്രവാദികളെ അഴിച്ചുവിട്ട് മതം തിരഞ്ഞുകൊണ്ടുള്ള കൊലപാതകത്തിന് പാകിസ്ഥാൻ കളമൊരുക്കിയത്. പാകിസ്ഥാനും അവർ തീറ്റിപ്പോറ്റുന്ന തീവ്രവാദി കൂട്ടങ്ങൾക്കും ശക്തമായ തിരിച്ചടികൾ നൽകിയ ഇന്ത്യ നേടിയത് ആധികാരികമായ വിജയം തന്നെയായിരുന്നു പിന്നീടുള്ള ആക്രമണത്തിൽ. ഒരു വിധത്തിലും ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കുവാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള പാകിസ്ഥാൻ വീണ്ടും ഭീകരന്മാരെ ഇറക്കി പിന്നിൽ നിന്ന് കുത്തുന്ന പേടിത്തൊണ്ടൻ ആക്രമണങ്ങളുമായി രംഗത്ത് വരുമെന്ന് ഇന്ത്യ കണക്കുകൂട്ടിയിരുന്നു. പാക്കികൾ ഒന്ന് മനസ്സിൽ കാണുന്നതിന് 10 മുഴം മുൻപേ അത് മരത്തിൽ കാണുന്ന ഇന്ത്യയുടെ കഴുകൻ കണ്ണുകൾ തീർത്തത് ആരെയും അമ്പരപ്പിക്കുന്ന നീക്കങ്ങൾ ആയിരുന്നു. പള്ളിക്കൂടത്തിന്റെ പടി കണ്ടിട്ടില്ലാത്ത തീവ്രവാദികളെയെല്ലാം മാറ്റി നിർത്തിയിട്ട് ഇക്കുറി ഇറക്കിയത് MBBS-കാരെ ആയിരുന്നുവെങ്കിലും ശക്തമായ നീക്കത്തിലൂടെ അവരുടെ എല്ലാ പദ്ധതികളെയും ഇന്ത്യയുടെ സുരക്ഷാ സേന പൊളിച്ചതിനാൽ ഇച്ഛാഭംഗം മൂത്ത ഒരു തീവ്രവാദിക്ക് ഓടിച്ച കാറിലിരുന്ന് ചാവേറായി പൊട്ടിത്തെറിക്കേണ്ടി വന്നു എന്ന് സാരം. പതിമൂന്നോളം ഇന്ത്യൻ പൗരന്മാരുടെ ജീവഹാനിക്ക് അത് കാരണമായി എന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. എങ്കിലും ഇന്ത്യയുടെ കാവൽ ഭടന്മാരുടെ അതിശക്തമായ പ്രവർത്തന നിമിത്തം ഒഴിവായി പോയത് വലിയ ദുരന്തം തന്നെയായിരുന്നു. അവർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് നൽകുകയും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ന്യൂസ് സ്കാൻ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ മലയാളികളായ രാമചന്ദ്രൻ അടക്കം 26 ഇന്ത്യക്കാരുടെ മതം ചോദിച്ചറിഞ്ഞ് ഇസ്ലാം അല്ല എന്ന് ബോധ്യമായതിൽ ക്രൂരമായി വെടിവെച്ചു കൊന്നത് ഇന്ത്യയുടെ ആത്മാവിനെ ഏൽപ്പിച്ചത് കനത്ത മുറിവായിരുന്നു. ആ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതിനെ തുടർന്ന് അതിന് കൃത്യമായി തിരിച്ചടി നൽകിയ ഇന്ത്യ പാകിസ്ഥാനിൽ കുടിപ്പാർത്ത തീവ്രവാദി കൂട്ടങ്ങളുടെ ക്യാമ്പുകളും പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ അടക്കമുള്ള ഒട്ടുമിക്ക മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലും ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യ അതിനെല്ലാം മറുപടി നൽകിയത്. ഇനിയും കളിച്ചാൽ ആണവ കേന്ദ്രങ്ങൾ തന്നെ തകർക്കുമെന്നും അത് എവിടെയൊക്കെയാണ് എന്ന് തങ്ങൾക്ക് അറിയാമെന്നുമുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. തങ്ങളുടെ ആണവ കേന്ദ്രത്തിന്റെ അടപ്പ് തന്നെ അടിച്ചു തെറിപ്പിച്ച ഇന്ത്യയെ പിടിച്ചു നിർത്താനാകില്ലെന്ന് ബോധ്യമായതിനാൽ തന്നെയാണ് ട്രംപിനെയും വാൻസിനെയും എല്ലാം ഇറക്കി അനുനയത്തിന് പാകിസ്ഥാൻ മുൻകൈയെടുത്തത്. എന്നിട്ടും വഴങ്ങാതിരുന്ന ഇന്ത്യയോട് പാകിസ്ഥാന്റെ പട്ടാള മേധാവിക്ക് തന്നെ അച്ചാപോറ്റി പറയേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം. അതിനുശേഷമാണ് ഇന്ത്യ അടങ്ങിയത് എന്നും ചരിത്രമാണ്. ഷഹബാസ് ഭരണത്തിന്റെ പിടിപ്പുകേടും ആഭ്യന്തര പ്രശ്നങ്ങളും അരക്ഷിതാവസ്ഥകളും പട്ടിണിയും പരിവട്ടവും ഒക്കെയായി ഗതികേടിന്റെ നടുത്തുണ്ടം തന്നെ തിന്നുകഴിയുന്ന പാകിസ്ഥാൻ എന്ന ഭീകരവാദി രാഷ്ട്രം ഭീകരവാദികൾക്ക് പാലൂട്ടാനുള്ള നക്കാപ്പിച്ച മാത്രം ഏതു വിധേനയും കണ്ടെത്തുകയായിരുന്നു.
അടികൊണ്ട് അട്ട ചുരുളുന്നത് പോലെ ചുരുണ്ടിട്ടും പച്ചക്കള്ളം പറഞ്ഞ് തടിതപ്പാനായിരുന്നു പാക്കികൾ വ്യഗ്രത കാട്ടിയത്. അത് ഏറ്റുപാടാൻ കുറെ വോക്കിസ്റ്റ് മാധ്യമങ്ങൾ കൂടിയായപ്പോൾ പാകിസ്ഥാൻ യുദ്ധത്തിൽ ജയിച്ചു എന്നായി കിംവദന്തി. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയ തിരിച്ചടികളുടെ നീറ്റലിൽ പുളഞ്ഞ പാകിസ്ഥാൻ അടുത്ത മെക്കിട്ട് കയറ്റത്തിനായി തീവ്രവാദികളെ കൂലി കൊടുത്ത് ഇറക്കുമെന്നും നേർക്ക് നേരെ വരാനുള്ള നട്ടലുറപ്പ് ഇല്ലാത്തതിനാൽ പുറകിൽ നിന്ന് കുത്താനുള്ള ചതിയന്മാരുടെ നീക്കങ്ങൾ പുറത്തെടുക്കുമെന്നും ഇന്ത്യ മുൻപേ തന്നെ ഉറപ്പിച്ചിരുന്നതാണ്. എന്നാൽ അത് എപ്പോഴായിരിക്കുമെന്ന് ഉറപ്പില്ലാതിരുന്നതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കാട്ടിയത് അനിതര സാധാരണമായ ജാഗ്രത തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പള്ളിക്കൂടത്തിന്റെ പടി കണ്ടിട്ടില്ലാത്ത ചെറുപ്പക്കാരുടെ ദൗർബല്യങ്ങളിലേക്ക് മതതീവ്രവാദം ഇറക്കി വെച്ചുകൊണ്ട് ഇക്കണ്ട കാലം അത്രയും നടത്തിയ ഭീകരപ്രവർത്തനങ്ങൾ മാറ്റിവെച്ചിട്ട് പകരം മെഡിക്കൽ പ്രൊഫഷണലുകളെ കളത്തിലിറക്കിക്കൊണ്ടുള്ള വൈറ്റ് കോളർ ടെററിസവുമായി പാകിസ്ഥാൻ കളത്തിലിറങ്ങിയിട്ടും അങ്ങേയറ്റം അമ്പരപ്പുളവാക്കുന്ന തരത്തിൽ ഇന്ത്യ അതിനെ പ്രതിരോധിച്ചത്. ഇന്ത്യയുടെ നീക്കങ്ങൾ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കണക്കുകൂട്ടലുകളെ കടപുഴക്കി എറിയുന്നതായിരുന്നതിനാൽ ആത്മഹത്യയല്ലാതെ തീവ്രവാദികൾക്ക് മുന്നിൽ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അതവർ നടപ്പിലാക്കി. അതാണ് ദില്ലിയിലെ ചരിത്രമുറങ്ങുന്ന ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള മെട്രോ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നടന്ന കാർ ബോംബ് സ്ഫോടനം. പതിമൂന്നോളം പേർ കൊല്ലപ്പെടുകയും 25ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അതിശക്തമായ സ്ഫോടനത്തെ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിൽ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച കാറിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത് പുൽവാമ സ്വദേശികളായ ഡോക്ടർ ഉമർ നബി എന്ന ആളായിരുന്നു ആ കാർ ഓടിച്ചത് എന്ന നിഗമനത്തിലായിരുന്നു. അക്കാര്യം ഉറപ്പിച്ചുകൊണ്ടുള്ള DNA പരിശോധനയുടെ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചാവേർ സ്ഫോടനത്തിൽ തകർന്നു പൊടിഞ്ഞ ഇയാളുടെ എല്ലിന്റെയും പല്ലിന്റെയും പൊടിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത DNA സാമ്പിളുകൾ പരിശോധിച്ചാണ് എയിംസ് ഫോറൻസിക് ലാബ് ഇപ്പോൾ ഈ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മുൻപ് ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഫോടനം നടന്ന അന്ന് ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ ഈ കാറുമായി പോയിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ ഭീകരൻ ഒറ്റയ്ക്കായിരുന്നു ഈ സ്ഫോടനം നടത്തിയത്. കാരണം വൈറ്റ് കോളർ ഭീകരവാദത്തിനായി ആഗോള ഭീകരവാദികളുടെ ദമ്പടി പറ്റി ഇന്ത്യയിലെത്തിയ ഈ ഭീകരന്റെ ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാം ഇന്ത്യയുടെ സുരക്ഷാ സേന തൂക്കിയെടുത്ത് അകത്തിട്ടതിനാൽ ഒറ്റയ്ക്ക് പൊട്ടിത്തെറിച്ച് മരിക്കാനായിരുന്നു ഈ ഭീകരന്റെ വിധി. മുംബൈ ആക്രമണം നടക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിലെ DGP ആയിരുന്ന D ശിവനന്ദൻ IPS പാകിസ്ഥാൻ ഇറക്കിയ കൊടും ഭീകരനായ അജ്മൽ കസബിനെ കുറിച്ച് പറഞ്ഞത് ചെറുകടികൾ ഉണ്ടാക്കി കച്ചവടം നടത്തിയ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായ അജ്മൽ കസബ് 4ാം ക്ലാസ്സിൽ തോറ്റ് ജീവിക്കാൻ ഗതിയില്ലാതെ കെട്ടിടം പണിയുന്ന മേസ്തിരിമാർക്കൊപ്പം മൈക്കാട് പണിക്ക് പോകുന്നതിനിടയിലാണ് ഇയാളുടെ അജ്ഞതകളെ ചൂഷണം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ഇയാളെ തീവ്രവാദവൽക്കരിച്ച് ഇന്ത്യക്കെതിരെ ജിഹാദിന് ഇറക്കിയത് എന്നായിരുന്നു. LP സ്കൂൾ കടക്കാത്ത ചെറുപ്പക്കാരുടെ അജ്ഞതകളെ മതതത്വങ്ങൾ കൊണ്ട് റാഡിക്കലൈസ് ചെയ്ത് കാടും മേടും റോഡും ഒക്കെ തട്ടകമാക്കിക്കൊണ്ടുള്ള ഭീകരവാദങ്ങൾ തൽക്കാലം മാറ്റിവെച്ചിട്ട് ഇപ്രാവശ്യം മെഡിക്കൽ പ്രൊഫഷണലുകളായ ഡോക്ടർമാരെ ഇറക്കിക്കൊണ്ടുള്ള വൈറ്റ് കോളർ ടെററിസം ആയിരുന്നു ഭീകരവാദികൾ ഇന്ത്യക്കെതിരെ നടത്തിയത്. എന്നാൽ അതിന്റെ ഭാഗമായി നടത്തിയ എല്ലാത്തരം നീക്കങ്ങളെയും കൃത്യമായി തന്നെ പ്രതിരോധിച്ച് തകർത്ത ഇന്ത്യയുടെ സുരക്ഷാ സേന ഒന്നിനു പുറകെ 10ഓളം വൈറ്റ് കോളർ ഭീകരവാദികളെ ഒന്നൊന്നായി തൂക്കിയെടുത്ത് തുറുങ്കിൽ അടച്ചതോടെ തലനാരിഴയ്ക്ക് ഒഴിവായി പോയത് വലിയ അപകടം തന്നെയായിരുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപത്ത് സ്ഫോടനം നടക്കുന്നതിന് മുൻപുള്ള 10 ദിവസങ്ങൾക്കിടയിൽ 5ഓളം ഡോക്ടർമാരടക്കം 10 ഭീകരവാദികളെ ആയിരുന്നു ഇന്ത്യയുടെ മിടുക്കന്മാരായ ഓഫീസർമാർ തൂക്കിയെടുത്ത് അകത്തിട്ടത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് വലിയ വേദന നൽകി ലവ് ജിഹാദ് പ്രണയക്കടിയിലൂടെ സോണിയ സെബാസ്റ്റ്യൻ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയെ പങ്കാളിയാക്കി മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കടത്തിയ ഇസ്ലാം അല്ലാത്ത അന്യമതസ്ഥരെ കൊന്നൊടുക്കുവാനുള്ള അതിശക്തമായ മതവെറിയുടെ മുഴുത്ത ഭ്രാന്ത് ജീവിതത്തിൽ കൊണ്ടു നടന്ന കാസർഗോഡുകാരൻ അബ്ദുൾ റാഷിദ്, ഇയാൾ അന്യമതസ്ഥരെ കൊന്നൊടുക്കാൻ മെഡിക്കൽ പ്രൊഫഷണലുകൾ പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള ഇസ്ലാം മതസ്ഥരോട് ആഹ്വാനം നൽകിക്കൊണ്ട് നടത്തിയ ആഹ്വാനങ്ങൾ ഇന്നും വലിയ നടുക്കമാണ് ഉളവാക്കുന്നത്. ഏതായാലും സോണിയ സെബാസ്റ്റ്യൻ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ ജീവിതവും കുട്ടിച്ചോറാക്കിയിട്ട് ഒടുവിൽ ആ തീവ്രവാദിയും അവസാനിക്കുകയായിരുന്നു. എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അണയാത്ത തീപ്പൊരികൾ വിദ്യാസമ്പന്നരും വിവേകമുള്ളവരും എന്ന് കരുതുന്നവരുടെയും ബുദ്ധിയെ കീഴ്പ്പെടുത്തി കളയുന്നു എന്നുള്ള ഭീകര യാഥാർത്ഥ്യത്തെ ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭീകരവാദത്തിന്റെ ഒരു ഡോക്ടറൽ മൊഡ്യൂൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. ഭീകരവാദത്തിന്റെ മുഖവും ഭാവവും മാറിയിരിക്കുന്നു. ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ നമുക്കിടയിൽ പടർന്നു പന്തലിച്ച് വൈറ്റ് കോളർ യൂണിഫോം ഇട്ടുകൊണ്ട് നമ്മുടെ നെഞ്ചത്ത് സ്റ്റെതസ്കോപ്പ് വെക്കുന്ന തരത്തിലേക്ക് നീണ്ട് എത്തിയിരിക്കുന്നു ആ തീവ്രവാദത്തിന്റെ കൈകൾ. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകുന്നവരും ഡോക്ടറെ കാണുന്നവരുമെല്ലാം അതിശക്തമായ ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുകയാണ്.
കൊച്ചിയിലെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ അവയവ കച്ചവട റാക്കറ്റിന്റെ കണ്ണികളാണ് എന്ന് ശക്തമായ ആരോപണവുമായി കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഗണപതി ചില വർഷങ്ങൾക്ക് മുൻപ് രംഗത്ത് വന്നിരുന്നു. ജീവൻ രക്ഷിക്കണമെന്ന നിശബ്ദമായ അപേക്ഷയുമായി തങ്ങളുടെ അടുത്ത് എത്തുന്ന രോഗികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ടും അത് ചെയ്യാതെ കരുണയുടെ കണിക പോലും ഇല്ലാത്ത വിധത്തിൽ മസ്തിഷ്ക മരണത്തിലേക്കും മറ്റും തള്ളിവിട്ടിട്ട് അവരുടെ അവയവങ്ങൾ എടുത്ത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വിൽക്കുന്ന ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നത് നടുക്കുന്ന വാർത്ത തന്നെയായിരുന്നു. ഇപ്പോഴിതാ ഒരു പട്ടം ഡോക്ടർമാർ ഭീകരവാദികളായി, അല്ല കുറെ ഭീകരവാദികൾ ഡോക്ടർമാരായി എന്ന് നമുക്ക് തിരുത്തി പറയാം. മഹത്തായ മെഡിക്കൽ പ്രൊഫഷന്റെ അന്തസത്തയെ ഭൂമിയോളം തരം താഴ്ത്തിക്കൊണ്ട് മനുഷ്യരുടെ കൂട്ടക്കുരുതികൾക്ക് കളമൊരുക്കുകയാണ്. അങ്ങേയറ്റം ഭയാനകം തന്നെയാണ്. ദില്ലി സ്ഫോടനത്തെ അവലംബിച്ചുകൊണ്ട് ഷെക്കേന നടത്തിയ ചർച്ചയിൽ മുഖവും മാനവും മാറ്റി നമുക്കിടയിൽ നിഗൂഢമായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൈറ്റ് കോളർ ടെററിസത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തകനായ ജോൺസൺ കൊച്ചുപറമ്പൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ സുരക്ഷിതരല്ല എന്ന ബോധത്തിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. നമ്മൾ പോയി ഏതെങ്കിലും നഗരത്തിൽ നിൽക്കുമ്പോൾ അവിടെ ബോംബ് പൊട്ടി മരിക്കുമോ എന്നുള്ള പേടി മാറി. അതല്ല, നമുക്കിപ്പോൾ വിശ്വസിച്ചൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനാവും. പോകട്ടെ, നമുക്ക് നമ്മുടെ കുടിവെള്ള സ്രോതസ് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് എന്താണ് ഉറപ്പ്? നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ വാങ്ങിക്കുന്ന പദാർത്ഥങ്ങൾ, ഭക്ഷണ വസ്തുക്കൾ, അത് 100% സുരക്ഷിതമാണെന്ന് എന്താണ് ഉറപ്പ്? ഇപ്പോൾ ഒരു വിഷം ഇത്തരത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്ന, പരീക്ഷിക്കുന്ന, സംഭരിച്ച ഡോക്ടറെയാണ് കണ്ടത്. ഇതുപോലെ എത്ര ഡോക്ടർമാർ ഈ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കും എന്നത് നമ്മളെ ഭയപ്പെടുത്തേണ്ടേ? വളരെ അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ച് ഭയപ്പെടുത്തുന്നതിൽ ഇത്തവണത്തെ തീവ്രവാദ പ്രവർത്തനം വിജയിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും മാധ്യമങ്ങളാണ്. എനിക്ക് പൊള്ളുമ്പോൾ മാത്രമാണ് പൊള്ളൽ എന്ന ചിന്ത മാറണം. ഗുജറാത്തിൽ നിന്ന് പിടിയിലായ മെഡിക്കൽ ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ്, അസാദ് സുലൈമാൻ ഷെയ്ഖ്, മുഹമ്മദ് സുഹൈൽ എന്നിവരുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് എന്ന് കരുതപ്പെടുന്ന 2 ഗ്ലോക്ക് പിസ്റ്റളുകൾ, ഒരു ബെറേറ്റ 30 ലൈവ് കാസ്ട്രിഡ്ജുകൾ എന്നിവ കൂടാതെ റിസിൻ എന്ന വിഷദ്രാവകം വേർതിരിച്ചെടുക്കാനുള്ള 4 കിലോ ആവണക്കും അവരിൽ നിന്ന് ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഷിംലയിൽ നിന്നുള്ള ഒരു തയ്യൽക്കാരനും ഗരിംപൂർ ഖേരിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുമായിരുന്നു മറ്റു 2 പ്രതികൾ. ആവണക്ക് ഗുരുവിന്റെ എണ്ണ എടുത്ത ശേഷമുള്ള ചണ്ടിയിൽ നിന്ന് ചെലവ് വളരെ കുറച്ച് റൈസിൻ എന്ന മാരകമായ വിഷമുണ്ടാക്കാനുള്ള നീക്കമായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ദ്രാവകം ഭക്ഷണത്തിൽ കലർത്തിയോ കുത്തിവെച്ചോ ദേഹത്തേക്ക് തളിച്ചോ പോലും ആളുകളെ കൊന്നൊടുക്കുവാൻ കഴിയും. ഇതിനെ വാതകമാക്കി വായുവിൽ കലർത്തിയാലും ആളുകളെ കൂട്ടമായി കൊന്നൊടുക്കുവാൻ കഴിയും. ഈ വിഷത്തിന് പ്രതിവിധിയായി ഒരു മരുന്നും വൈദ്യശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനാൽ ഡോക്ടറായ തീവ്രവാദികളും കൂട്ടരും അത് വികസിപ്പിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആവണക്കിന്റെ കുരുവിൽ നിന്ന് സംസ്കരിച്ചെടുക്കുന്ന ഈ മാരക വിഷം ഒരു തുള്ളി എടുത്ത് 100 മടങ്ങ് വെള്ളത്തിൽ കലർത്തിയാൽ പോലും അതുളവാക്കുന്നത് മാരകമായ നാശശേഷിയായിരിക്കും എന്നുള്ളതാണ് വസ്തുത. ഇത് വൻതോതിൽ സംസ്കരിച്ചെടുത്തിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്താനുള്ള തീവ്രവാദികളുടെ പദ്ധതിയായിരുന്നു നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ തകർത്ത് കളഞ്ഞത്. വരുന്ന നാളുകളിൽ ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഭീഷണിയായി മാറിയേക്കാവുന്ന ഒരു ബയോ വെപ്പണായി മാറിയേക്കാവുന്ന ഒന്നാണ് ഈ റൈസിൻ എന്ന വിഷവാതകം. ലോകത്തെ മുഴുവൻ കിടുകിടെ വിറപ്പിച്ചുകൊണ്ട് മുൻപ് ഇംഗ്ലണ്ടിൽ ഇത് ഉപയോഗിച്ച് കൊലപാതകം നടക്കുകയും ഇതിന്റെ ലെറ്റർ ബോംബ് ഭീഷണികൾ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിനും മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാര്യങ്ങൾ ഇത്രമേൽ ഭീതിജനകമായിരുന്നിട്ടും റൈസിൻ എന്ന വിഷദ്രാവകത്തെ കുറിച്ച് ചർച്ച ചെയ്യാനോ അതിന്റെ പര്യവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കൊടും ഭീകരന്മാരുടെ ആസൂത്രണത്തെ പുറം ലോകത്ത് എത്തിക്കാനോ മെനക്കെടാതെ ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ നീങ്ങുകയായിരുന്നു കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ. ഈ മാധ്യമങ്ങളെ നിലനിർത്തുന്ന പരസ്യദാതാക്കളെ വിഷമിപ്പിച്ച് വെറുതെ കഞ്ഞികൂടി മുട്ടിക്കേണ്ട എന്ന് തന്നെ ഓർത്തായിരിക്കണം സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആൾരൂപങ്ങളായി വേഷം കെട്ടി നടക്കുന്ന മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്നാൽ സത്യം മറച്ചു വെക്കാൻ ഉള്ളതല്ല, പുരമുകളിൽ കയറി നിന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ളതാണത്. എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ മൗനം പാലിച്ചു എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമായിരുന്നു ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി വ്യക്തമാക്കിയത്. ഇതൊരു വൈറ്റ് കോളർ തീവ്രവാദത്തിന്റെ ലെവലിലേക്ക് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തീവ്രവാദത്തിന്റെ ഒരു മേഖല എത്തപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള ഒരു ആദ്യത്തെ തിരിച്ചറിവും ആ തിരിച്ചറിവിനോട് നമ്മുടെ മലയാള മാധ്യമം ഉൾപ്പെടെ കാണിച്ച ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവം. അതായത് ചില സത്യങ്ങൾ എഴുതിയാൽ ചില മേഖലകളിൽ കൊള്ളും, ആ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ചില മുൻകരുതലുകൾ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ എഴുതി എന്ന് വരുത്തി ചില കാര്യങ്ങൾ വിട്ടുകളയുന്ന വളരെ
ബോധപൂർവമായ ഒരു മാധ്യമ പ്രവർത്തന സംസ്കാരം നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. തീവ്രവാദത്തെ തീവ്രവാദമായി പൂർണ്ണമായിട്ട് കാണാതെ അതിന്റെ പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് പുറമേ കാണുന്ന ചില സംഭവങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മാധ്യമ വാർത്തകൾ എഴുതുന്ന, അത് മനസാക്ഷി രൂപീകരണത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു മാധ്യമ സംസ്കാരം ഇവിടെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എല്ലാ മേഖലകളിലും പിടിമുറുക്കി എന്നുള്ളതിന്റെ വ്യക്തമായൊരു സൂചന. മാധ്യമങ്ങളിൽ പോലും ഇത്തരം തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് സ്പേസ് കൊടുത്തു തുടങ്ങി എന്നുള്ള ഇത്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മനസാക്ഷിയായിട്ട് നിൽക്കേണ്ടത് പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം മാത്രമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ, അത് പത്രമാധ്യമങ്ങളായാലും TV പോലുള്ള മാധ്യമങ്ങളായാലും ഈവൻ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും അവരൊക്കെ വേറൊരു തലത്തിലേക്ക് അധപ്പതിച്ചു എന്നുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ അധപ്പതനമായിട്ട് കൂടെ നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. വരുന്ന നാളുകളിൽ അതിശക്തമായ ഒരു ജൈവായുധമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഈ ദ്രാവകത്തെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വലിയ ആശങ്കയാണ് ഉളവാക്കിയിരിക്കുന്നത്. 2013 അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 3 മില്ലിഗ്രാം റിസിൻ ഒരു മനുഷ്യ ശരീരത്തിൽ വിഷം നിറയ്ക്കുകയും ആളെ കൊല്ലുകയും ചെയ്യും. 3 മില്ലിഗ്രാം എന്നത് ഒരു ടീസ്പൂണിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അതിന്റെ അനുപാതം കണക്കാക്കിയാൽ ഒരു ആവണക്ക് കായിൽ നിന്ന് വേർതിരിച്ചെടുക്കാവുന്ന റിസിൻ കൊണ്ട് കൊന്നൊടുക്കാൻ കഴിയുന്നത് 100 കണക്കിന് ആളുകളെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീതിജനകമായ വസ്തുത. തീവ്രവാദികളുടെ അടുത്ത ഗ്യാങ്ങിനെ പൊക്കിയത് ജമ്മു കാശ്മീരിലെ ഫരീദാബാദിൽ നിന്നായിരുന്നു. ഇസ്ലാമിക ഭീകരനായ ആദിൽ അഹമ്മദ് റാത്തർ എന്ന ഡോക്ടറെയും ഡോക്ടറായ ഇയാളുടെ ചങ്ങാതി മുജമ്മിൽ ഷക്കീലിനെയും പൊക്കിയത് 2900 കിലോഗ്രാം RDX സ്ഫോടക വസ്തുവും അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കളും ഡിറ്റനേറ്ററുകളും 2 അസോൾട്ട് റൈഫിളുകളും ചില വെടിയുണ്ടകളും സഹിതമായിരുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത കാറിന്റെ ഉടമസ്ഥയായ വനിതാ ഡോക്ടറും ജയ്ഷെ വനിതാ വിഭാഗത്തിലെ പ്രമുഖയെന്ന് കരുതപ്പെടുന്ന തീവ്രവാദിനി ഷഹീനും ഇവരുടെ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. ഹിജാബ് ധരിച്ച തീവ്രവാദിനി കണ്ടിട്ട് ഭയമാകുന്നു. പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് വിവാദം ഉണ്ടായപ്പോൾ ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഒരിക്കലും പറയാത്ത സ്റ്റേറ്റ്മെന്റായ ഹിജാബ് ഇട്ട് വന്നാൽ ഭയം ഉണ്ടാകും എന്നത് ഉയർത്തിപ്പിടിച്ചായിരുന്നു ഹിജാബ് ഇടാൻ നിർബന്ധിച്ച പെൺകുട്ടിയുടെ അപ്പനടക്കമുള്ള ചിലർ സ്കൂളിനെതിരെ വേട്ടയാടൽ നടത്തിയത്. പള്ളുരുത്തി സ്കൂളിലെ പ്രിൻസിപ്പാൾ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഹിജാബ് എന്ന വസ്ത്രമിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെയും കേരള സമൂഹം ഇതുവരെ ഭയന്നിരുന്നുമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പോലും ഭയം തോന്നുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വമ്പൻ സ്ഫോടനം നടത്താൻ കച്ചകെട്ടി ഇറങ്ങിയ തീവ്രവാദികളുടെ കൂട്ടത്തിൽ തീവ്രവാദിനിയായ ഡോക്ടർ ഷഹീൻ എന്ന തട്ടമിട്ട ഒരു തീവ്രവാദിനിയും ഉണ്ട് എന്ന വാർത്തയും അവരുടെ ചിത്രങ്ങളും പുറത്തു വന്നതോടെ ഹിജാബ് ഒരു ഭയവിഹുലമായ സംഗതിയായി മാറിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. ലക്നൌവിൽ നിന്ന് ഈ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ അറസ്റ്റിലായതിലൂടെ നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്കാളിത്തം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയുമാണ്. മസൂദ് അസറിന്റെ സഹോദരി സാദിയ നയിക്കുന്ന ജമായത്ത് ഉൽ മോമിനാത്ത് എന്ന പെൺ തീവ്രവാദി കൂട്ടത്തിന്റെ പേരിൽ പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തിയ അതേ ഡോക്ടർ മൊഡ്യൂളിൽ ഈ ഹിജാബ് ധാരിയായ സ്ത്രീയും ഉൾപ്പെട്ടിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊക്കെ മുന്നിൽ കണ്ടായിരിക്കണം ഭീകരവാദത്തിലേക്ക് സ്ത്രീകളെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ശവക്കുഴിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക് പോകാമെന്ന ഗോൾഡൻ ഓഫറുമായി മസൂദ് അസർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ഏതായാലും അതിനും ഒരു 10 മുഴം മുൻപേയെങ്കിലും ജെയ്ഷെ മുഹമ്മദിൽ എത്തി ഇന്ത്യയുടെ അഖണ്ഡതയിൽ വിള്ളലുണ്ടാക്കാൻ ഇറങ്ങിയ ഭീകര സത്വം തന്നെയാണ് ഈ ഹിജാബ് ധാരണി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ചെങ്കോട്ട സ്ഫോടനത്തിന് ചുരുളുകൾ അഴിയുമ്പോൾ ഇന്ത്യയിൽ വലിയ സ്ഫോടനങ്ങൾ നടത്താനുള്ള തീവ്രവാദികളുടെ പദ്ധതികൾ തന്നെയാണ് മറനീക്കി പുറത്തു വന്നത്. അയോധ്യയിലെയും വാരണാസിയിലെയും ക്ഷേത്രങ്ങളടക്കം ഇന്ത്യയിലെ കണ്ണായ 6 നഗരങ്ങളിൽ ബാബറി മസ്ജിദ് തകർത്ത ഡിസംബർ 6 സ്ഫോടനം നടത്താനായിരുന്നു ചെങ്കോട്ടയിൽ ചിന്നിച്ചെറിയ ഉമർ നബി അടക്കമുള്ള ഭീകരന്മാർ ഇന്ത്യയിലെത്തിയത്. എന്നാൽ ഇന്ത്യൻ സുരക്ഷാ സേനയുടെ അതിശക്തമായ നീക്കങ്ങൾ കൊണ്ട് ചെങ്കോട്ടയിലെ സ്ഫോടനം ഒഴികെ മറ്റെല്ലാം തകർത്ത് കളയാൻ കഴിഞ്ഞു. വൈറ്റ് കോളർ തീവ്രവാദികളായ ഡോക്ടർമാരെല്ലാം ഇന്ത്യയെ കത്തിക്കാൻ ഇറങ്ങിയപ്പോൾ അത് തകർത്ത് തരിപ്പണമാക്കിയ ഓപ്പറേഷൻ ചുക്കാൻ പിടിച്ചതും ഡോക്ടറായ ഒരു പോലീസ് ഓഫീസറായിരുന്നു എന്നത് മധുരമുള്ള പ്രതികാരമായി മാറിയിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ സന്ദീപ് ചക്രവർത്തി എന്ന ചെറുപ്പക്കാരൻ MBBS പഠിച്ച് ഡോക്ടറായ ആളാണെങ്കിലും രാജ്യത്തെ സേവിക്കാനുള്ള ആഗ്രഹം മൂലം കേവലം 11 വർഷങ്ങൾക്ക് മുൻപ് IPS എടുത്ത് ജമ്മു കാശ്മീർ കേഡറിൽ പോലീസ് ഓഫീസറായി ജോയിൻ ചെയ്യുകയായിരുന്നു. തന്റെ ദൃഷ്ടിയിൽപ്പെട്ട
ജെയ്ഷെ മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന ഒരു പോസ്റ്ററിന്റെ പിന്നാലെ പോയി ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ചെന്നെത്തിയ സന്ദീപ് തിരിച്ചറിഞ്ഞത് ഇന്ത്യയുടെ തണലിൽ ജീവിച്ചിട്ട് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തുരങ്കം വെക്കുന്ന തീവ്രവാദികളെ കുറിച്ചുള്ള നടുക്കുന്ന വിവരങ്ങളാണ്. ആ അന്വേഷണം ചെന്നെത്തിയത് ഗുജറാത്തിലും ഫരീദാബാദിലും ലക്നൌവിലും ദില്ലിയിലും ചോരക്കൊതിയോടെ അലഞ്ഞ തീവ്രവാദികളുടെ നേരെയായിരുന്നു. അതിൽ സന്ദീപ് ചക്രവർത്തിയുടെ കയ്യിൽ കേറാതെ പോയത് ചെങ്കോട്ടയിൽ ചിന്നിച്ചിതറിയ ഉമർ നബി എന്ന ഡോക്ടർ മാത്രമായിരുന്നു. ജീവൻ രക്ഷിക്കാൻ ധാർമ്മികമായി ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ ഒരു വശത്ത് തീവ്രവാദികളായി അണിനിരക്കുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് കാവലാളാകാൻ സർവശക്തനായ ദൈവം നിയോഗിച്ചാക്കിയതും ഒരു ഡോക്ടറെ ആയിരുന്നുവെന്നത് വെറും യാദൃച്ഛികമായി കാണാൻ കഴിയില്ല. കേവലം 11 വർഷത്തെ സേവനത്തിനിടയിൽ ആരെയും അമ്പരപ്പിക്കുന്ന വിധത്തിൽ 6 തവണ വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ മെഡലും 4 തവണ ജമ്മു കാശ്മീരിലെ മെഡലും നേടിയ ഡോക്ടർ സന്ദീപ് ചക്രവർത്തി IPS. ഏതായാലും അന്വേഷണ സംഘം ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ചെങ്കോട്ട ഭീകരാക്രമണത്തിന് തീവ്ര ഇസ്ലാമിസ്റ്റായ തൈവ് ഉർദുഗാൻ ഭരിക്കുന്ന തുർക്കി എന്ന രാജ്യത്തിന് ബന്ധമുണ്ട് എന്ന കാര്യങ്ങൾ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മുൻപ് അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ ഷക്കീലും ചെങ്കോട്ടയിൽ ചിതറിയ ചാവേറായ ഡോക്ടർ ഉമർ നബിയും യുക്കാസ എന്നറിയപ്പെടുന്ന തുർക്കി ഭീകര സംഘടനയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നതിന്റെ തെളിവുകളും അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ട്. തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിലാണ് യുക്കാസ എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ കേന്ദ്രം. ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദ് എന്നിവരെ ഇന്ത്യയെ കത്തിക്കാൻ ഇറങ്ങിയ തീവ്രവാദികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് യുക്കാസ ആണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിട്ട പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച 2 രാജ്യങ്ങളിൽ ഒന്ന് തുർക്കിയായിരുന്നു. ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ നികുതി പണം എടുത്ത് 10 കോടി രൂപയാണ് ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിനായി പിണറായി സർക്കാർ തുർക്കിക്ക് എറിഞ്ഞുകൊടുത്തത്. നമ്മുടെ രാജ്യവും കാര്യമായി തന്നെ തുർക്കിയെ സഹായിക്കുകയുണ്ടായി. അങ്ങനെയെല്ലാം നാട്ടുകാരുടെ പിച്ചക്കാശ് കൊണ്ട് സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ തുർക്കി ഇന്ത്യക്കിട്ട് മെക്കിട്ട് കയറാൻ ഇറങ്ങിയത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ആയുധം നൽകിക്കൊണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അയച്ച ഡ്രോണുകൾ മിക്കതും തുർക്കി നിർമ്മിച്ചതായിരുന്നു. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന കാര്യം ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. പഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഇന്ത്യ കൃത്യമായ മറുപടി പാകിസ്ഥാന് കൊടുത്തു. സ്വന്തം ശക്തി കൊണ്ട് നിവർന്നു നിൽക്കാൻ ത്രാണിയില്ലാത്ത, നട്ടല് തന്നെ തകർന്നിട്ടും പച്ചക്കള്ളം പറഞ്ഞ് പിടിച്ചു നിന്ന പാകിസ്ഥാനൊപ്പം ഇപ്പോഴിതാ തുർക്കി കൂടി പ്രതിസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഇന്ത്യ മിണ്ടാട്ടമടങ്ങിയിരിക്കുമെന്ന് ആരും കരുതുന്നില്ല. ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതേക്കുറിച്ച് ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇവിടെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാകുന്നു. ഇവിടെ പുതിയൊരു കോൺസെപ്റ്റ് വരികയാണ്. വൈറ്റ് കോളർ ടെറർ എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ വരികയാണ്. വെള്ളക്കോളർ തീവ്രവാദം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതൊക്കെ വെള്ളക്കോളർ അല്ലെങ്കിൽ ഗോൾഡ് കോളർ ടെററിസ്റ്റുകളാണ്. അവരെ ടെക്നോക്രാറ്റുകളും പൈലറ്റ്സും ഒക്കെ തന്നെയാണ്. എന്നാൽ ഇവിടെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പ്രൊഫഷണൽസ്, വിദ്യാസമ്പന്നരായ ആളുകൾ, അവരെ കേന്ദ്രീകരിച്ച് ഇൻഡോക്ട്രിനേഷൻ, വലിയ തോതിലുള്ള ഇൻഡോക്ട്രിനേഷൻ ഡ്രൈവ് നടക്കുന്നു. അവിടെയാണ് രാജ്യാന്തര ശൃംഖലകൾ പ്രവർത്തിക്കുന്നതായും പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയും ജയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെ സംഘടനകൾ അവരുടെ രീതിശാസ്ത്രം മാറ്റിയിരിക്കുന്നു. അവിടെ ട്രെയിൻ ചെയ്ത് അതിർത്തി കടത്തി ഇങ്ങോട്ട് വിടുന്ന ആളുകളല്ല, മറിച്ച് ഇവിടെ തന്നെ ഇന്ത്യയുടെ മണ്ണിൽ തന്നെ ആശയ സംഹിതകൾ ഒരുക്കി വളർത്തിയെടുക്കുന്ന മനസ്സുകളെ പാകപ്പെട്ട് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്തക്കത്തക്ക രീതിയിൽ ഒട്ടും സംശയിക്കാതെ, ഡോക്ടർമാരാകുമ്പോൾ സംശയിക്കില്ലല്ലോ, അവർ ജീവൻ കൊടുക്കുന്നവരല്ലേ, ജീവൻ എടുക്കുന്നവരല്ലല്ലോ, ആ രീതിയിൽ മനസ്സുകളെ സംശീകരിക്കുകയാണ്. ഇവിടെ ഒരു ഭയാശങ്ക പാകിസ്ഥാൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓപ്പറേഷൻ സിന്ദൂർ തുടരും. മെയ് മാസം 7-ാം തീയതി തുടങ്ങുകയും 100 മണിക്കൂറോളം നീണ്ടുനിന്ന് ഒരു 4 ദിവസത്തിനുള്ളിൽ ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ DGMO തലത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം നിർത്തിവെച്ചതുമായ ഓപ്പറേഷൻ സിന്ദൂർ ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിനെ പാകിസ്ഥാന്റെ ആക്രമണമായി കണ്ടുകൊണ്ട് അതിർത്തി കടന്നു വരുന്ന ക്രോസ് ബോർഡർ ടെറർ വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ അറ്റാക്ക് അഗൈൻസ്റ്റ് ഇന്ത്യ ബൈ പാകിസ്ഥാൻ. ഈ ഒരു നിലപാട് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് അതിർത്തി കടക്കാതെ തന്നെ ഇവിടെ തന്നെ നട്ടുനനച്ച് വളർത്തപ്പെടുന്ന ഭീകരരെ ഉപയോഗിക്കുക എന്ന രീതിശാസ്ത്രത്തിലെ വ്യത്യാസം കാണാതെ പോകരുത്. ചെങ്കോട്ട സ്ഫോടനം നടന്നപ്പോൾ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തീവ്രവാദ ആക്രമണമാണ് എന്ന നിലയിൽ പ്രതികരിച്ചില്ല. ഗൗരവമായ അർത്ഥതലങ്ങളുള്ള മൗനം കൊണ്ട് അവരതിനെ നേരിടുകയായിരുന്നു. കൽപ്പനകളെക്കാൾ കഠിനമായ ആ നിശബ്ദതകളുടെ അർത്ഥം പിടികിട്ടാതെ ഉലഞ്ഞ പാകിസ്ഥാൻ ഭയന്നു വിറച്ച് രാജ്യത്താകമാനം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണുണ്ടായത്. ഇപ്പോഴിതാ തുർക്കിയും കൊടുത്തത് വാങ്ങിക്കാൻ മറന്നാലും കാര്യമില്ലാതെ കിട്ടിയതൊക്കെ മുതലും പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ശരികൾ. അതുകൊണ്ട് ഉറപ്പിക്കാം, ഓപ്പറേഷൻ സിന്ദൂർ തുടരുക തന്നെ ചെയ്യും. ശേഷം അടുത്തയാഴ്ച.